പുൽപ്പള്ളിയിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്താണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സിജു കണ്ണൻ വയനാട് നിന്ന് ചേരുകയാണ്. സിജു, സംഘർഷ സാഹചര്യം നിലവിലും തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. പോളിന്റെ മൃതദേഹം എത്തിച്ചത് മുതൽ വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യമായിരുന്നു പുൽപ്പള്ളിയിലും പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചവരെ വലിയ തോതിൽ ആൾക്കാർ എത്തിക്കുന്ന സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. വനംവകുപ്പിന്റെ വാഹനവും പോലീസിന്റെ വാഹനവും എല്ലാം തന്നെ കാര്യങ്ങൾ എത്തി. MLA-മാരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ സംഘർഷം സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നും നാളെയും പൂർണ്ണമായും പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ അല്പസമയം മുമ്പാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. ആളുകൾ കൂട്ടം കൂടുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം വലിയ തോതിൽ ആളുകൾ തന്നെ കൂട്ടം കൂടി അക്രമാസക്തമാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാക്കത്ത് പോളിന്റെ വീട്ടിൽ ADM നേരിട്ടെത്തിക്കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇന്ന് തന്നെ കൈമാറാനുള്ള ഒരു തീരുമാനം നിലവിലെടുത്തിട്ടുണ്ട്. സർക്കാർ തലത്തിൽ നേരിട്ട് എത്തി കാര്യങ്ങൾ വിശദീകരിക്കാതെ മൃതദേഹം വീട്ടിലേക്ക് ഇറക്കിയുള്ള തീരുമാനമാണ് നാട്ടുകാരും ബന്ധുക്കളും ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ADM ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയാണ്. മൃതദേഹം ആംബുലൻസിൽ തന്നെ റോഡിൽ ആംബുലൻസിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. തീരുമാനമുണ്ടായതിന് മൃതദേഹം വീട്ടിലെത്തിക്കാമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ രാവിലെ മുതൽ ഈ പോളിന്റെയും അതോടൊപ്പം തന്നെ പോളിന്റെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാം തന്നെ വികാരം മനസ്സിലാക്കി ഇതിന്റെ അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. കുടുംബത്തെ സംരക്ഷിക്കുന്ന നിലയിലുള്ള തീരുമാനം ഉണ്ടായി. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതിൽ 10 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറും. 40 ലക്ഷം രൂപ മന്ത്രിസഭാ യോഗം ചേർന്നാണ് അനുകൂലമായ നിലയിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ADM-നെ തയ്യാറുള്ള ഒരു ശ്രമം നടക്കുന്നത്. പോലീസ് ഇടപെടൽ നടത്തുകയാണ്. ADM-നെ വീട്ടിലെത്തി തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ സംഘർഷമുണ്ടാക്കാനുള്ള ഒരു ഇടപെടൽ പല സ്ഥലങ്ങളിൽ നിന്നും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ആസൂത്രിതമായ രീതിയിലുള്ള ഇടപെടലാണ് ഇത്തരത്തിൽ സംഘർഷമുണ്ടാക്കാനെന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും വീണ്ടും അവരെ തടയുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാടാണ് വിഭാഗ ആളുകൾ സ്വീകരിച്ചത്. ബന്ധുക്കൾക്ക് പുറമെ വലിയ നാട്ടുകാർ ഈ പ്രദേശത്തില്ലാത്ത ആളുകളടക്കം സംഘടിച്ചിട്ടുണ്ട്. അവരാണ് തരത്തിലൊരു പുതിയ ആവശ്യങ്ങളുമായി എത്തുന്നത്. ഏതായാലും ADM-നെ തടയാനുള്ള നീക്കം നടത്തിയപ്പോൾ പോലീസ് ഇടപെടൽ നടത്തി ADM-നെ വീട്ടിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. വളരെ അനുഭവപൂർവമായി ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു തീരുമാനമെടുത്തത്. ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അറിയിച്ചിട്ടും സംഘർഷമുണ്ടാക്കേണ്ട ഇടപെടാനുള്ള മൃതദേഹം സാഹചര്യമാണ് നിലവിലുള്ളത്. ADM-നെ അടക്കം തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോകുന്നു. എന്നാലും പുൽപ്പള്ളിയിൽ നിലവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിജു, അതായത് ഇത്തരത്തിൽ സർക്കാർ തീരുമാനങ്ങളോട് ഇത്തരത്തിൽ വിമുഖത കാണിക്കുകയും ഇതിനോട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സഹകരിക്കാതെ മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക? അഞ്ജന, ഇപ്പോൾ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 ലക്ഷം രൂപ ഇന്ന് തന്നെ നേരിട്ട് കൈമാറാൻ തീരുമാനിച്ച് ADM ഉറപ്പ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നതിനും ഇവിടെ ബന്ധുക്കൾക്ക് കാണുന്നതിനുമുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സമയത്തിനകം മൃതദേഹം ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തിക്കും.